ഈ വീഡിയോയിൽ പ്രോബ്ലം നമ്പർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് ഒരു സ്ക്വയർ പിരമിഡാണ്, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ ഗ്രൗണ്ട് പ്ലെയിൻ. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ആക്സിസ് സെൻട്രൽ പ്ലെയിനിലാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പെക്സ് ഓർ വേർട്ടെക്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ വരയ്ക്കാൻ വിഷ്വൽ റേ മെത്തേഡ് യൂസ് ചെയ്ത് പറ്റില്ല. യൂഷ്വലി ഈ ടൈപ്പ് പ്രോബ്ലം നെക്സ്റ്റ് മെത്തേഡായ വാനിഷിംഗ് പോയിൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ബട്ട് വിഷ്വൽ റേ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ പ്രോബ്ലം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്ക്വയർ പിരമിഡ്, ഹൈറ്റ് 40 mm and base edge 30 mm is resting on its base with nearest base edge parallel and 10 mm behind the picture plane. Station point is 50 mm above GP, 35 mm in front of PP. Draw the perspective view if axis is lying in CP. ഇവിടെ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് 30 mm ആണ്, ഹൈറ്റ് 40 mm. ഗ്രൗണ്ട് പ്ലെയിനിൽ ബേസിൽ സ്ക്വയർ പിരമിഡ് റെസ്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? 1 base edge parallel to picture plane and 10 mm behind. ഈ ഡിസ്റ്റൻസ് 10 mm ആണ്. ഇതാണ് സോളിഡിന്റെ പൊസിഷൻ. ഒബ്സർവ്ഡ് പൊസിഷൻ തന്നിരിക്കുന്നത് സ്റ്റേഷൻ പോയിന്റ് ഈസ് 50 mm എബോവ് GP, 35 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ. ആക്സിസ് സെൻട്രൽ പ്ലെയിനിലാണെന്ന് തന്നിരിക്കുന്നു. അതായത് ആക്സിസ് ഈസ് ലൈയിങ് ഇൻ CP. സെൻട്രൽ പ്ലെയിനിലൂടെയാണ് ആക്സിസ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് അപ്പെക്സ് ഈ സെൻട്രൽ പ്ലെയിനിലാണുള്ളത്. അതിന്റെ മീനിങ് എന്താണ്? സെൻട്രൽ പ്ലെയിനിലാണ് സ്റ്റേഷൻ പോയിന്റും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റോ റൈറ്റോ അല്ല സ്റ്റേഷൻ പോയിന്റ് കിടക്കുന്നത്. സ്റ്റേഷൻ പോയിന്റും ആക്സും അപ്പെക്സും ഒക്കെ ഒരു സെയിം ലൈനിലാണ്. ഈ ഒരു പ്രോബ്ലത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പെക്സിന്റെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് മെത്തേഡായ വാനിഷിംഗ് പോയിന്റ് മെത്തേഡാണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. ബട്ട് നമുക്ക് ഈ വിഷ്വൽ റേ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക. ടോപ്പ് വ്യൂ സ്ക്വയർ ആണ്, ഫ്രണ്ട് വ്യൂ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ട്രയാങ്കിളും PPക്ക് ബിഹൈൻഡ് ആയിട്ട് 10 mm ബിഹൈൻഡ് ആയിട്ട് സ്ക്വയർ ടോപ്പ് വ്യൂവിലും കാണാൻ പറ്റും. സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. തിൻ ലൈൻ യൂസ് ചെയ്ത് ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുക. ഏറ്റവും ബോട്ടത്തിലായിട്ട് ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുക. കാരണം ഗ്രൗണ്ട് ലൈനിന്റെ താഴത്തോട്ടേക്ക് പ്രൊജക്ഷൻസ് ഒന്നും വരില്ല, ഇമേജസ് ഒന്നും വരില്ല, ഫിഗേഴ്സ് ഒന്നും വരില്ല. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഒന്നുമല്ല വരുന്നത്, സെൻട്രലാണ്. അപ്പോൾ നമുക്ക് സെൻട്രൽ വരുന്ന രീതിയിൽ ഗ്രൗണ്ട് ലൈൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. PP ലൈൻ വരയ്ക്കണം. അത് 50 + 35 85 ഗ്രേറ്റർ ദാൻ 85 ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് അതിലൂടെ PP ലൈൻ വരയ്ക്കുക. ടോപ്പ് വ്യൂവിലാണ്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലാണ് സ്ക്വയർ ഫോം ചെയ്യുക. അത് ഈ എഡ്ജ് പാരലൽ ടു പിക്ചർ പ്ലെയിൻ ആണ് തന്നിട്ടുണ്ട്. ഈ എഡ്ജ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചർ പ്ലെയിന് 10 mm ബിഹൈൻഡ് ആയിട്ട് 30 സ്ക്വയർ ആദ്യം വരയ്ക്കുക PPക്ക് മുകളിലായിട്ട്. പിരമിഡാണ്, ഫേസ് എഡ്ജസും കൂടെ വരയ്ക്കുക. നെയിം ചെയ്യുക ABCD ആൻഡ് അപ്പെക്സ് O. ഇവിടെ ആണ് ഫ്രണ്ട് വ്യൂ കിട്ടുക. ഫ്രണ്ട് വ്യൂ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ട്രയാങ്കിൾ ഫ്രണ്ട് വ്യൂ കിട്ടും. ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. ആക്സിസിന്റെ ഹൈറ്റ് 40 ആണ്. 40 mm മുകളിലായിട്ട് O' ലൊക്കേറ്റ് ചെയ്യുക. ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് ഇവിടെ A
ബി, സി, ഡി, എ ആൻഡ് ഡി, ബി ആൻഡ് സി ആണ് ഫ്രണ്ട് വ്യൂവിൽ കാണുക. അതായത് എ ഡാഷ്, ഡി ഡാഷ്, ബി ഡാഷ് ആൻഡ് സി ഡാഷ്. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. സ്റ്റേഷൻ പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത് 50 mm above GP and 35 mm in front of PP and axis lies in center plane. 50 mm above ആയിട്ട് HL ലൈൻ വരയ്ക്കാൻ പറ്റും, ഹൊറൈസൺ ലൈൻ വരയ്ക്കാൻ പറ്റും. സ്റ്റേഷൻ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂഷ്വലി ലെഫ്റ്റ് റൈറ്റ് ഒക്കെയാണ് പ്രോബ്ലം തരാറ്. ഇവിടെ തന്നിരിക്കുന്നത് ആക്സിസ് ലൈസ് ഇൻ സെൻട്രൽ പ്ലെയിൻ. ഓക്കെ, സെൻട്രൽ പ്ലെയിനിലാണ് ആക്സിസ് കിടക്കുന്നത്. അപ്പോൾ സെൻട്രൽ പ്ലെയിൻ തന്നെയാണ് സ്റ്റേഷൻ പോയിന്റും ഉണ്ടാവുക. പ്ലസ് ആക്സിസും സെൻട്രൽ പ്ലെയിനും ഒക്കെ ഒരു ലൈനിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒ ഡാഷ്, എസ് ഡാഷ് ഓർ എസ് പി ഡാഷ് ഒക്കെ സെയിം പ്രൊജക്ടർ ലൈനിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് എസ് ഡാഷ് വരിക. ഇനി എസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റേഷൻ പോയിന്റ് ടോപ്പ് വ്യൂ എസ് ഓർ എസ് പി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അത് 35 ആണ്. 35 ഇൻഫ്രണ്ട് പി പിക്ക് ബിലോ ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ 35 പി പിയിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുമ്പോൾ ഈ ലൈനിൽ ഈ പോയിന്റ് കിട്ടും. ഇതാണ് എസ് ഓർ എസ് പി. അടുത്ത സ്റ്റെപ്പ് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ പോയിന്റ്സിനെയും ടോപ്പ് വ്യൂ പോയിന്റ്സിനെയും എസിലേക്ക് ജോയിൻ ചെയ്യും. എ ജോയിൻ ചെയ്തു, ഡി, ഒ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുകയാണ്, സി, ബി. അതേപോലെ ഫ്രണ്ട് വ്യൂ പോയിന്റ്സിനൊക്കെ എസ് ഡാഷ് ആയിട്ട് ജോയിൻ ചെയ്യാം. എ ഡാഷ്, ഡി ഡാഷ് എസ് ഡാഷ് ആയിട്ട് ജോയിൻ ചെയ്തു, ബി ഡാഷ്, സി ഡാഷ് എസ് ഡാഷ് ആയിട്ട് ജോയിൻ ചെയ്തു. തിൻ ലൈൻ യൂസ് വരയ്ക്കുക. ഇങ്ങനെ ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ മിക്ക പ്രോബ്ലത്തിൻ്റെയും ഫ്രണ്ട് വ്യൂ ആൻഡ് പേഴ്സ്പെക്റ്റീവ് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പേഴ്സ്പെക്റ്റീവ് തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ടും ഫ്രണ്ട് വ്യൂ തിൻ ലൈൻ യൂസ് ചെയ്തും വരയ്ക്കുക. പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റ് A1, ഇത് ഡിയിൽ നിന്ന് വരുന്നത് D1, ഒയിൽ നിന്ന് വരുന്നത് O1, C1 ആൻഡ് B1. ഇനി ഓരോ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ലൈൻസിലേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. അതായത് എ കിട്ടാൻ വേണ്ടി, എയുടെ പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് A1 നിന്ന് പെർപെൻഡിക്കുലർ താഴോട്ടേക്ക് വരയ്ക്കുക. എ ഡാഷ് എസ് ഡാഷിലേക്ക് തിൻ ലൈൻ യൂസ് ചെയ്യുക. ഇവിടെ കിട്ടുന്ന പോയിന്റാണ് എ. അടുത്തത് B1 നിന്ന് പ്രൊജക്ടർ വരയ്ക്കുക. ഈ പോയിന്റ് ബി. D1 എന്ന് പ്രൊജക്ടർ വരയ്ക്കുന്നു. ഡി ഡാഷ് എസ് ഡാഷിലേക്ക് ഈ പോയിന്റ് ഡി. C1 എന്ന് പ്രൊജക്ടർ വരയ്ക്കുന്നു. ഈ പോയിന്റ് സി. ഈ 4 പോയിന്റ്സ് കിട്ടി. ഇനി കിട്ടേണ്ടത് അപ്പെക്സിലെ പോയിന്റ് ആണ്, ഒ ആണ്. ബട്ട് O1, എസ്, എസ് ഡാഷ്, ഒ ഡാഷ് ഇതൊക്കെ ഒരു സിംഗിൾ സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം O1 നിന്ന് ഒ ഡാഷ് എസ് ഡാഷിലേക്കാണ് പ്രൊജക്ടർ വരയ്ക്കേണ്ടത്. ഇവിടെ ഒ ഡാഷ് എസ് ഡാഷും ഒ എസും എല്ലാം ഒരു സെയിം ലൈനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് പോയിന്റ് ഒയുടെ പേഴ്സ്പെക്റ്റീവ് വരയ്ക്കാൻ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഈ വാനിഷിംഗ് പോയിന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിലൂടെ ഒരു ലൈൻ കൺസിഡർ ചെയ്ത് ആ ലൈനിനെ വാനിഷ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആ വാനിഷിംഗ് പോയിന്റ് മെത്തേഡിലേക്ക് പോകാതെ തന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം കൊണ്ടുവരിക. നമുക്ക് ഈ പോയിന്റിന്റെ, അതായത് ഒയുടെ അപ്പെക്സിന്റെ പേഴ്സ്പെക്റ്റീവ് ആണ് കിട്ടാത്തത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പോയിന്റിലൂടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, ആ ലൈൻ ഈ പോയിന്റിൽ ടച്ച് ചെയ്യണം. ഈ ലൈനിന്റെ പേഴ്സ്പെക്റ്റീവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ലൈനിന്റെ പേഴ്സ്പെക്റ്റീവിൽ
ഈ പോയിന്റ് ഉള്ളത് കൊണ്ട് ഈ പോയിന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് ഈ ലൈനിൻ്റെ പെർസ്പെക്റ്റീവിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എങ്ങനെയുള്ള ലൈൻ കൺസിഡർ ചെയ്യണം? ആ ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൈൻ സിമ്പിൾ പൊസിഷൻ നിൽക്കുന്ന രീതി, അതായത് ലൈൻ പാരലൽ ടു ബോത്ത് ജി പി ആൻഡ് പി പി ആയിട്ട് എടുക്കുക. ലൈനിൻ്റെ ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. ഇനി ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? ഈ സെൻറ്റർ പ്ലെയിനിൽ ഒരു പോയിന്റ് വരികയാണെങ്കിൽ, നമുക്ക് പെർസ്പെക്റ്റീവ് ഫൈൻഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് സെൻറ്റർ പ്ലെയിനിൽ വരികയാണെങ്കിൽ ആ പോയിന്റിലൂടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. ആ ലൈൻ പാരലൽ ടു ബോത്ത് പി പി ആൻഡ് ജി പി എടുക്കുക. ആ ലൈൻ എനി ലെങ്ത് എടുക്കാം, അത് പോയിന്റ് എവിടെ വേണമെങ്കിലും എടുക്കാം. ബട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിലാണ് ഈ അപ്പെക്സ് വരുന്നത് എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ഈ ലൈനിൻ്റെ പെർസ്പെക്റ്റീവ് വരയ്ക്കാൻ വേണ്ടി ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ അപ്പെക്സിൻ്റെ ഹൈറ്റിലായിരിക്കും. അതായത് എത്രയാണ്? ഈ പ്രോബ്ലത്തിൽ 40 mm എബോ ആയിരിക്കും, അല്ലെങ്കിൽ ഓ ഡാഷിലൂടെ ആയിരിക്കും. അപ്പോൾ ഓ ഡാഷിലൂടെ നമുക്ക് ഈ പോയിന്റ് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. ആ ലൈനിന് പി ക്യൂ കൊടുക്കുകയാണെങ്കിൽ പി ഡാഷ് ക്യൂ ഡാഷ് കിട്ടും. ഇനി ആ ലൈനിൻ്റെ ടോപ്പ് വ്യൂ എവിടെയാ? ടോപ്പ് വ്യൂ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് ഈ അപ്പെക്സിലൂടെ പി പി എന്ന് പറയുന്ന ലൈനിന് പാരലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ കിട്ടും. ഈ ലൈനിൻ്റെ ലെങ്ത് 80 ആണെങ്കിൽ 40 ഇപ്പുറത്തോട്ടേക്ക് 40 ഇപ്പുറത്തോട്ടേക്ക് എടുക്കുക. ഇനി അങ്ങനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോപ്പ് വ്യൂ പി ക്യൂ കിട്ടും. ഇനി ഇതിൻ്റെ പെർസ്പെക്റ്റീവ് വരയ്ക്കാൻ എന്ത് ചെയ്യണം? പി ക്യൂവിനെ എസുമായിട്ട് ജോയിൻ ചെയ്യണം. ഇവിടെ കിട്ടിയിരിക്കുന്ന പി ഡാഷ് ക്യൂ ഡാഷിനെ എസ് ഡാഷായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ P1 Q1 കിട്ടും. ആ P1 Q1 നിന്ന് പി ഡാഷ് എസ് ഡാഷ് ക്യൂ ഡാഷ് എസ് ഡാഷിലേക്ക് ജോയിൻ ചെയ്ത ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പി ക്യൂ കിട്ടും. ആ പി ക്യൂ ഈ ലൈനിനെ കട്ട് ചെയ്യുമ്പോൾ, അതായത് ഓ ഡാഷ് ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓയുടെ പെർസ്പെക്റ്റീവും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഓ വെച്ചിട്ടാണ്, അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യുന്നത്? കിട്ടാത്ത പോയിന്റ്, അതായത് ഇതേപോലെ സെൻട്രൽ പ്ലെയിനിൽ വരുന്ന ഒരു പോയിന്റാണ് വരുന്നതെങ്കിൽ ആ പോയിന്റിലൂടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. ലൈൻ ഒരു സിമ്പിൾ പൊസിഷൻ കൺസിഡർ ചെയ്യുന്നു. പിക്ചർ പ്ലെയിന് പാരലൽ ആൻഡ് ഗ്രൗണ്ട് പ്ലെയിന് പാരലായിട്ട്. അത് എനി ലെങ്ത്തിൽ എടുക്കാം, ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടി മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെ ആ പോയിന്റ് ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ആ പോയിന്റ് പെർസ്പെക്റ്റീവ് വരയ്ക്കുന്നു. ആ പെർസ്പെക്റ്റീവിലായിരിക്കും ഓയുടെ പെർസ്പെക്റ്റീവും കിട്ടുക. കൺസ്ട്രക്ഷൻ ലൈനാണ്, അതുകൊണ്ട് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ഓ ഡാഷിലൂടെ ഗ്രൗണ്ട് ലൈന് പാരലായിട്ട് എനി ലെങ്ത്തിൽ എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 60 mm ആണ്. ഈ പോയിന്റ് പി ഡാഷ് ക്യൂ ഡാഷ്. അതേപോലെ ടോപ്പ് വ്യൂ ഓയിലൂടെ ആയിരിക്കും. പി ക്യൂ, പി ഡാഷും പിയും സെയിം ലൈനിലായിരിക്കും, സെയിം പ്രൊജക്ടർ ലൈനിലായിരിക്കും. നെക്സ്റ്റ് പി ഡാഷ് എസ് ഡാഷ് ലൈൻ ജോയിൻ ചെയ്യുക. ക്യൂ ഡാഷ് എസ് ഡാഷ് ലൈൻ ജോയിൻ ചെയ്യുന്നു. പി എസ് ജോയിൻ ചെയ്യുന്നു. ക്യൂ എസ് ജോയിൻ ചെയ്യുന്നു. ഇവിടെ കിട്ടിയിരിക്കുന്ന പോയിന്റാണ് P1 ആൻഡ് Q1. പി ഡാഷ് എസ് ഡാഷിലേക്ക് പ്രൊജക്ടർ വരയ്ക്കുന്നു. ഈ പോയിന്റ് പിയുടെ പെർസ്പെക്റ്റീവ് പി. Q1 നിന്ന് ക്യൂ ഡാഷ് എസ് ഡാഷിലേക്ക് പ്രൊജക്ടർ വരയ്ക്കുന്നു. ഈ പോയിന്റ് ക്യൂ. പി ക്യൂ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. അതാണ് ലൈൻ പി ക്യൂയുടെ പെർസ്പെക്റ്റീവ്. അത് ഓ ഡാഷ് ഓ ലൈനിൽ കട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ഓയുടെ പെർസ്പെക്റ്റീവായ ഈ ക്യാപിറ്റൽ ലെറ്റർ ഓ. അങ്ങനെ നമുക്ക് ഓയുടെ പെർസ്പെക്റ്റീവ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി ഫേസ് എഡ്ജസും ബേസ് എഡ്ജസൊക്കെ ജോയിൻ ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ ഈ എഡ്ജ് എവേ ആയിരിക്കും. ഈ എഡ്ജ് ഒബ്സർവർ കാണില്ല, ബാക്കി എല്ലാ എഡ്ജസും വിസിബിൾ ആയിരിക്കും. അതായത് സ്റ്റേഷൻ പോയിന്റ് നെറ്റ് എവേ കിടക്കുന്ന DC ഡാഷ് ലൈൻ യൂസ് വരയ്ക്കുന്നു, ബാക്കിയൊക്കെ വിസിബിൾ ലൈൻ ആയിരിക്കും. AB ജോയിൻ ചെയ്യാം. DC ഡാഷ് ലൈൻസ് ജോയിൻ ചെയ്യുന്നു. AD വിസിബിൾ, BC വിസിബിൾ, AO ജോയിൻ ചെയ്യാം.
BO ജോയിൻ ചെയ്യാം, DO ജോയിൻ ചെയ്യുന്നു, അതേപോലെ CO ജോയിൻ ചെയ്യുന്നു. ഡയമെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.